തന്തപ്പടിക്ക് ന്യൂസിലാൻഡ് ഡ്യൂട്ടി ഫ്രീ നിന്ന് കുപ്പി വാങ്ങി പോകുമെന്നാണ് സംഭവിച്ചത്. ഇത് നമ്മൾ ന്യൂസിലാൻഡിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതാണ്. ഇവിടെ വന്നിട്ട് 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. അത് മലേഷ്യൻ എയർവേസിൽ. മലേഷ്യൻ എയർവേസിനെ കുറിച്ച് ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര മോശം അഭിപ്രായമാണ്. പക്ഷേ $1600 ഇവർ മാത്രമേ ഇവിടുന്ന് പോകുന്നുള്ളൂ. എന്നാൽ പിന്നെ നോക്കണല്ലോ എന്നാ പരിപാടി ഇവിടെ നടക്കുന്നത്. നമ്മൾ ഡ്യൂട്ടി ഫ്രീ 2 കുപ്പിയും വാങ്ങി ചെക്ക് ഇൻ ചെയ്തിരിക്കുമ്പോൾ ആദ്യത്തെ പണി നമ്മളെ ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ. സ്വാഭാവികം. ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് റെഡി ആയി നമ്മൾ കുപ്പിയെടുത്ത് നമ്മളെ ഫ്ലൈറ്റിലേക്ക് ചാടിക്കയറി. ഫ്ലൈറ്റിനെ കുറിച്ച് ഒറ്റവാക്ക് പറഞ്ഞാൽ നല്ല പഴക്കമുണ്ട്. പിന്നെ നമുക്ക് വിൻഡോ സീറ്റ് ഇട്ടുകൊണ്ട് അതൊന്നും വലിയ കാര്യമൊക്കെ എടുത്തില്ല. ആദ്യം നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വെച്ച് തുടങ്ങാം. ഏകദേശം ഒരു 10-15 വർഷം പഴക്കം ഉണ്ടാവും. കുറെ ബട്ടണെല്ലാം കാണുന്നുണ്ട്. ഒരു പിടിയില്ല എന്താ സംഭവം. അപ്പോഴേക്കും നമ്മൾ ടേക്ക് ഓഫ് സമയമായി. നമ്മളെ ഫ്ലൈറ്റ് പതുക്കെ റൺവേന്ന് നമ്മളെ ന്യൂസിലൻഡ് ആകാശത്തിലേക്ക് പറന്ന് നീങ്ങി. പിന്നെയാണ് മനസ്സിലായത് ഈ സാധനം ടച്ച് ആവുന്നു. കാരണം ഉണ്ട് ഒരിക്കൽ ടച്ച് ചെയ്താൽ ഒരു 5-10 സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് റിപ്ലൈ തരും. അപ്പോഴേക്കും നമ്മളെ ചേച്ചി ഡിന്നറായിട്ട് വന്ന് ഒറ്റനോട്ടത്തിൽ കുറെ സാധനങ്ങൾ കാണുന്നുണ്ട്. ഒരു കപ്പ് സ്പ്രൈറ്റ്, ആൽമണ്ട് ഗോൾഡ് ചോക്ലേറ്റ്, പിന്നെ നമ്മളെ മെയിൻ ഫുഡും. മെയിൻ ആയിട്ട് മാഷ്ഡ് പൊട്ടറ്റോ, വെജീസും പിന്നെ ചിക്കനെ കൊണ്ടുള്ള എന്തോ ഒരു കറിയും. കഴിക്കാൻ വലിയ കുഴപ്പമൊന്നും പറയാനില്ല. പിന്നെ സാൻഡ്വിച്ചിനെ കുറിച്ച് പറയാൻ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. അവസാനം കുറച്ച് സാൾട്ടഡ് പീനട്സ് ഒരു ബിസ്ക്കറ്റും കൂടി കഴിച്ചാൽ വയറങ്ങ് ഫുള്ളായി. അപ്പോൾ അടുത്തിരിക്കുന്ന സിംഗിയായിട്ട് ഒരു ഹൽവ പോലത്തെ സാധനം വന്നിട്ട് മോനെ ഇതും കൂടി കഴിച്ചോന്ന്. തരുന്ന സാധനം എങ്ങനെ കഴിക്കാണ്ടിരിക്കാൻ പറ്റാൻ നമ്മൾ അങ്ങനെ അതും കഴിച്ച് നമ്മൾ കുറച്ച് പാക്കറ്റ് വെള്ളം കുടിച്ചു. ഇനി മലേഷ്യയിലേക്ക് ഏകദേശം 6500 കിലോമീറ്റർ ബാക്കിയുണ്ട്. അതിനിടയ്ക്ക് നമ്മളൊന്ന് ടോയ്ലറ്റിൽ പോയി. സംഭവം നല്ല വൃത്തിയിലുണ്ട്, പക്ഷേ വലിയ സ്പേസ് ഒന്നും ഇല്ല.